ഷാഫി പറമ്പിലിനെ വടകരക്കാർ ഏറ്റെടുത്തു കഴിഞ്ഞു. ഇനി ഷാഫി അപരിചിതനല്ല, വടകരക്കാർക്ക് സുപരിചിതൻ തന്നെയാണ്. വടകരക്കാരുടെ പുയാപ്ല. എന്തായാലും ഷാഫി പറമ്പിൽ വടകരയിൽ ജയിക്കാനുള്ള സാധ്യതകൾ ഏറുകയാണ്. നിരവധി പേരാണ് ഷാഫിക്ക് പിന്തുണയറിയിച്ച രംഗത്തെത്തുന്നത്. കോൺഗ്രസ്സുകാർ മാത്രമല്ല, നിരവധി പേരാണ് ഷാഫിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ അണിനിരക്കുന്നത്. ഇതൊക്കെ കണ്ട് സങ്കടപ്പെടുകയാണ് കെ മുരളീധരൻ. കഴിഞ്ഞ തവണ വടകര തനിക്കൊപ്പം നിന്ന മണ്ഡലമാണ്. ഇത്തവണ പത്മജ കൊടുത്ത പണിയിൽ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തി. അപ്പോഴാണ് ഷാഫിക്ക് നറുക്ക് വീണത്. എന്തായാലും ഷാഫി കലക്കുന്നുണ്ടോ വടകരയിൽ എന്ന് തന്നെ പറയേണ്ടി വരും. ഷാഫിയുടെ വാക്കുകളിലേക്ക്. ഞാൻ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണ് കാണാൻ വന്നപ്പോൾ പിന്നെ വിജയേഷേട്ടാ ഞാൻ മാഹിയിലാണ് വരുന്നത്. അപ്പോൾ അവിടെ വന്നിട്ട് പിന്നെ ഞാൻ അതിൻ്റെ മറ്റേ അവരവിടെ മാഹിയിൽ ടവർ പാർക്കിൻ്റെ അവിടെയാണ് താമസിക്കുന്നത്. ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുക. ഇവളിപ്പോൾ വരുമല്ല. ഇവളിങ്ങനെ വാലൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കയറി വന്നിട്ട് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞു വലൈക്കും അസ്സലാം, ഞാൻ ഇരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇരിക്കുമെന്ന് പറഞ്ഞിട്ട് ഇവൾ ആദ്യം തന്നെ ചോദിക്കുന്നു, നിങ്ങൾ എത്ര ദിവസം ഇവിടെ നിൽക്കും, എത്ര ദിവസം അവിടെ നിൽക്കും എന്നോട് ആദ്യം ചോദിക്കുന്നു. അപ്പം ഞാൻ അന്തം വിടുക, അത് ഇത്ര ദിവസം എൻ്റെ വീട്ടിൽ തന്നെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ ഇവിടെ വന്ന് നിൽക്കുന്ന മാതിരി. എനിക്കാണെങ്കിൽ ആളെ ഇഷ്ടാവുകയും ചെയ്തു. ഇവിടെ നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കളയാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞു നമുക്കതൊക്കെ ആലോചിച്ച് ചെയ്യാം, അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. 10 കൊല്ലം ഞാൻ അവിടെ തന്നെ നിർത്തി. ഇപ്പോൾ അവരുടെ ഫാമിലി ഗ്രൂപ്പിൽ വരികയാണ്. ഇപ്പം എന്തായി പുയ്യാപ്പിള തിരിച്ചിവിടെ വരേണ്ടി വന്നില്ലേ എന്നുള്ള. അഴിയൂരിലുള്ള എൻ്റെ ഉപ്പ, വൈഫിൻ്റെ ഉപ്പ, ഒളവലത്തിലുള്ള എൻ്റെ ഉമ്മയെ കല്യാണം കഴിച്ചു. അവർ മാഹിയിൽ താമസിക്കുന്നു. മകളെ ഞാൻ കല്യാണം കഴിച്ചു. ഇപ്പം ആ വടകരയിൽ ഞാൻ മത്സരിക്കാനും വരികയാണ്. അപ്പോൾ എനിക്ക് ഒരു കാര്യം, എനിക്ക് വടകരയായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന കാര്യക്കോ പറഞ്ഞു കേട്ടു. എൻ്റെ ഏറ്റവും കരുത്തുറ്റ ബന്ധം വടകരയായിട്ടുണ്ട് എന്നുള്ളത് ഞാൻ പറയാൻ ആഗ്രഹിക്കും. എൻ്റെ ഉമ്മ ഉൾപ്പെടെ ഇവിടെ വന്നിട്ടുണ്ട്. എൻ്റെ ചേച്ചി, ഇവിടെ ആൾക്കാർ, കുടുംബക്കാരെല്ലാവരും ഉണ്ട്. വ്യാപ്പള തീരെ വരുന്നില്ല എന്നുള്ളതായിരുന്നു പരാതി. അതിലിപ്പോൾ ഒരു തീരുമാനമായി കിട്ടി. അല്ലേ ചെയ്യാ മോളെ ചേച്ചി? അപ്പം ഞാൻ ഇനി കൂടുതലായിട്ടും പ്രസംഗിക്കുന്നില്ല. ഞാൻ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. നമ്മൾ തുടങ്ങിയല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, കാരണം എനിക്ക് മനസ്സിലായി നിങ്ങൾ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഇനി ഞാൻ പാലക്കാട്ടേക്ക് വിളിച്ചിട്ട് പറയും, ജോലി സ്ഥലത്ത് പോയ ആൾക്കാർ അവരൊക്കെ എങ്ങനെയുണ്ട്, ഒപ്പം വർക്ക് ചെയ്യുന്നവരൊക്കെ എങ്ങനെയുണ്ട് എന്ന് വീട്ടുകാർ വിളിച്ച് ചോദിക്കൂലേ? ഇന്ന് രാത്രി വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഒരു 1.5 മുതലുകളാണ് എൻ്റെ കൂടെ ഉള്ളത് എന്ന് ഞാൻ പറയും. നിങ്ങൾ തന്നത് ഒരു സ്വീകരണമല്ല, നിങ്ങൾ തന്നത് ഒരു 1.5 സ്വീകരണമാണ്. എന്തൊരു ജനമായിരുന്നു. ഞാൻ ആ വണ്ടിയിൽ നിന്ന് അങ്ങോട്ട് നോക്കി, എനിക്ക് പേടിയാവാ വണ്ടി മുമ്പോട്ട് നീക്കാം. ആരെങ്കിലും കാലുമ്മ കയറുമെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ പറയാം കാലുമ്മ കയറിയാലും കുഴപ്പമില്ല. ഞാൻ പറഞ്ഞു നിനക്കത് പറയാം, എനിക്ക് ഇലക്ഷൻ വർക്കിന് വന്ന ആവശ്യമുണ്ട്, മാറിക്കുന്നു പറഞ്ഞു. ഞാൻ അവിടുന്ന് കയറി, ജീപ്പുമ്മ കയറി, വിഴാതെ കാത്തു. കുറേ എന്താ പറയാ, ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നത്, എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്വീകരണമാണ് നിങ്ങൾ ഈ ഇവിടെ ഒരുക്കി നേതാക്കന്മാരും സഹപ്രവർത്തകരും. ഒരു ഞാൻ പറഞ്ഞില്ലേ, പാലക്കാടുമായിട്ട് ഒരിക്കലും എന്നെ അർത്ഥം മാറ്റാൻ കഴിയില്ല. അത് ഇനിയാണെങ്കിലും പറ്റില്ല. ഞാൻ അത് പറയുമ്പോഴും ഞാൻ പറയുന്നു, ഒരു സ്ഥാനാർത്ഥി ഇങ്ങനെയൊക്കെയുള്ള ഒരാളുകളുടെ ഇടയിൽ വന്ന് ഇറങ്ങാൻ ഭാഗ്യം ചെയ്യണം എന്നുള്ള കാര്യത്തിന് സംശയമാണ്. എത്ര നേരമായി നിങ്ങളിവിടെ വന്നിട്ട്, എത്ര നേരമായി? 5 മണിക്കൂറായി വന്നിട്ട്, 4 മണിക്ക് നിങ്ങൾ വന്നത്. എനിക്ക് ഇപ്പൊ സമയം 9 മണിയായി, ഇതുവരെ പോവാതെ ഇത്രയും ആളുകൾ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ കൺവെൻഷന്റെ പന്തലിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ പോവാതിരിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, വടകരയിൽ നമ്മളെ വിട്ടു പോകുന്ന. കുഞ്ഞാലിക്കുട്ടി സാഹിബ് വരെ സിനിമാ ഡയലോഗ് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയട്ടെ പറഞ്ഞ ഞങ്ങൾ അത് വാക്കാക്കി ശരിയാക്കി തരുമോ? ഉറപ്പാണ്. നിങ്ങളെ വിശ്വസിച്ചാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. അതൊരു സ്ഥാനാർത്ഥിക്കാർ ഇതും കൂടെ ഒരു മിനിറ്റ് കൂടെ 2 മിനിറ്റ് കൂടെ മണിക്കൂർ ഇപ്പൊ എടുക്കണ്ട, ഞാൻ വരുന്നുണ്ടല്ലോ അവിടെ. അപ്പൊ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ 1 ലക്ഷം വോട്ടിന് ജയിച്ചു, 2 ലക്ഷം വോട്ടിന് ജയിച്ചു എന്നൊക്കെ എല്ലാവരും നിങ്ങളെ കരുത്ത് കണ്ടിട്ട് പറയുന്നത്. എനിക്ക്
സ്ഥാനാർത്ഥിയാണല്ലോ, ഞാൻ കുറച്ചുകൂടെ ശ്രദ്ധിക്കണല്ലോ. തെരഞ്ഞെടുപ്പിന്റെ ജയം ഞാൻ പറഞ്ഞോളൂ. തെരഞ്ഞെടുപ്പിന്റെ ജയം വീടുകളിൽ എത്തുന്ന UDF പ്രവർത്തകന്റെ ആത്മാർത്ഥതയാണ്. ആണോ അല്ലേ? അതിലൊരു കുറവ് നമ്മൾ വരുത്തില്ലല്ലോ. എത്ര തവണ വേണമെങ്കിലും ഓരോ വീടും നിങ്ങൾ കയറുമോ? അവരെ വെറുപ്പിക്കരുത്. ചേച്ചി ഒരു മിതമായ ആവശ്യത്തിനുള്ള എണ്ണം അതൊന്ന് നിങ്ങൾ വീട്ടിൽ ഫീൽഡിലൊന്ന് ഇറങ്ങണം. കാരണം ഇപ്പൊ നേരത്തെ ഇറങ്ങി, നേരത്തെ പോസ്റ്റർ ഒട്ടിച്ചു, നേരത്തെ ഫ്ലക്സ് വെച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിലൊന്നും എനിക്ക് വലിയ പേടിയൊന്നുമില്ല. ഇവിടെ ഞാൻ ചില ട്രോളുകളൊക്കെ കണ്ട് ഷാഫി പറമ്പിൽ പേടിച്ചിട്ട് വടകരയിലേക്ക് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചില ട്രോളുകളൊക്കെ കണ്ടു. ഇപ്പോ ഞാൻ പറയുന്നില്ല, ഞാനത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വോട്ട് എണ്ണീട്ട് ഞാൻ പറയുന്നുണ്ട് കേട്ടോ.